ഹായ് ഓൾ. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ ഉണ്ടാവും, ഇതിൻ്റെ സിലബസ് എന്താണ് തുടങ്ങിയ ഡൗട്ട്സ് ഒക്കെ നമ്മളോട് സ്റ്റുഡൻസ് ഇപ്പോൾ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അപ്പം ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസും അതുപോലെ തന്നെ സിലബസിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2022 അതായത് 678/2022 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡഡ് ബൈ എ യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ നോട്ട് ലെസ് ദാൻ 3 years ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നാണ് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ അന്ന് 41,300 തൊട്ട് 87,000 രൂപ വരെ ആയിരുന്നു. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 36 വരെ ആയിരുന്നു. ഇപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. സാലറി സ്കെയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/4/2024 കട്ട് ഓഫ് മാർക്ക് 53.67 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് 88 ആണ്. അതായത് മെയിൻ ലിസ്റ്റിൽ 78 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ ലിസ്റ്റിൽ 78 പേരായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ 88 പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. അപ്പം മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകളെയും പിന്നീടും ആളുകളെ എടുത്തൊരു ലിസ്റ്റ് തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഇലക്ട്രിക്കലിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ധാരാളം അഡ്വൈസസ് പോകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പം PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് തന്നെ നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈം ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇയർ എൻഡിൽ തന്നെ ഇതിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം മറ്റൊന്ന്, നമ്മൾ ഇതിന്റെ സിലബസ് എന്താണെന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പം ഇതിന്റെ സിലബസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ല്, വയറിംഗ് ആക്സസറീസ്, DC മെഷീൻ, AC മെഷീൻ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്. ഈച്ച് മൊഡ്യൂളിന് 10 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പം ഇത്രയും മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഴയ സിലബസിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇത്തവണ സിലബസിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ എക്സാംസ് ഇപ്പോൾ PSC കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് പഠിച്ച് തീർക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ടൈം വേണ്ടി വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റിവിഷനോ കാര്യങ്ങൾക്കോ ഒന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.